വർഷം SSLCയിൽ A+കളുടെ എണ്ണം കുത്തനെ കുറയും. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല. നിങ്ങൾ എല്ലാവരും ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. SSLCയിൽ മൂല്യനിർണ്ണയം കടുപ്പിക്കുകയാണത്രേ. അത് മാത്രമല്ല, A+കളുടെ എണ്ണം കുറയും എന്നാണ് പറയുന്നത്. ഈ വാർത്ത ശരിയാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് അടുത്ത വർഷത്തെ 10ാം ക്ലാസ്സുകാരോടാണ്. ഈ ഒരു വാർത്ത കണ്ടപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു വെക്കേഷൻ മുതൽ തന്നെ പഠിച്ചു തുടങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ്. ഏതെങ്കിലും ചൂടത്തോ വെയിലത്തോ പോയിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് സ്വസ്ഥമായി സുഖ സൗകര്യങ്ങളോടുകൂടി തന്നെ പഠിച്ചു തുടങ്ങുക. കൃത്യമായി ആദ്യം മുതൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ മൂല്യനിർണ്ണയ സമയത്ത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ തുടക്കം മുതൽ ബേസ് എല്ലാം ക്ലിയർ ആയി പഠിക്കാനായി നിങ്ങളെ സഹായിക്കാൻ MS സൊല്യൂഷന്റെ RMS ബാച്ച് ഉണ്ട്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആലോചിക്കുക, നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആദ്യത്തെ പ്രധാന പരീക്ഷയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരിക്കലും ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാൻ പാടില്ല.